ഒറ്റപ്പാലം നഗരസഭയിലെ പാലക്കാട് കുളപ്പുള്ളി പാതയിലെ കിഴക്കേത്തോട് പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി കിഴക്കേത്തോട്ടിൽ ജലം ഒഴുകുന്നതിന് തടസ്സമായി നിൽക്കുന്ന സാമഗ്രികളും മൺകൂനകളും കല്ലുകളും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫ ഒറ്റപ്പാലം സബ് കളക്ടർക്ക് നിവേദനം നൽകി. ഒറ്റപ്പാലം നഗരസഭയിലെ പാലക്കാട് കുളപ്പുള്ളി പാതയിലെ കിഴക്കേപ്പാല നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കിഴക്കേത്തോടിലൂടെയുള്ള വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്കിനെ ബാധിക്കുന്ന തടസ്സങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ശക്തമഴയിൽ ഇതെല്ലാം വെള്ളം മൂടിയതോടെ തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്തതായി പൊതുമരാമത്ത് വകുപ്പ് താലൂക്ക് ഓഫീസിൽ നൽകിയ കത്തിൽ സൂചിപ്പിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കിഴക്കേത്തോടിലെ വെള്ളം ഭാഗികമായി വലിഞ്ഞതോടെ ഇവകളൊന്നും നീക്കം ചെയ്തിട്ടില്ലെന്ന വസ്തുത പുറത്തു വന്നിരിക്കുകയാണ്. പുതിയ കിഴക്കേപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി പില്ലറുകൾ സ്ഥാപിക്കാനെടുത്ത കുഴികളിൽ നിന്നും വന്ന മണ്ണും കല്ലും വളരെ മുൻപ് തകർന്ന പഴയ പാലത്തിന്റെ അവശിഷ്ടങ്ങളുമാണ് ജലമൊഴുക്കിന് തടസ്സമായി ഇപ്പോഴും നിൽക്കുന്നത്. മഴ വീണ്ടും ശക്തിപ്പെടുന്നതോടെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ പോലെ വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയിലാണ് വാർഡിലെ പരിസരവാസികൾ. ജലമൊഴുക്കിന് തടസ്സമായി നിൽക്കുന്നവ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫ